ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, കാങ്കരൂസ്, അതോ ബീച്ചസ് ആണോ? പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രിയിലെ ലിവിങ് കോസ്റ്റ് വളരെയധികം എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വളരെയധികം റീസെന്റ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമും എൻ്റെ യൂട്യൂബ് ഹാൻഡിൽസിലും ഏറ്റവും കൂടുതൽ അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഓസ്ട്രേലിയയിലെ ലിവിങ് കോസ്റ്റ് എങ്ങനെയാണ്? നമുക്ക് ഇത്ര സാലറി വെച്ചിട്ട് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? മെയിൻ ആയിട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് നഴ്സുമാര്, IT പ്രൊഫഷണൽസ്, എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ സാധാരണ ജോബ്സ് ചെയ്യുന്നവർ ഇവിടെ ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. അവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇന്ന് ആൻസർ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഹലോ എവ്രിവൺ, എന്റെ പേര് ബിനിൽ വർഗീസ്. മെയ്ഡ് ഇൻ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്റെ സ്വാഗതം. എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ജോലി കണ്ടുപിടിക്കുക, പിന്നെ ഇവിടുത്തെ ജനറൽ ആയിട്ടുള്ള ലിവിങ് ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ചാനൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ജനറൽ ആയിട്ടുള്ള ഒരു സമ്മറി പറയാന്നുണ്ടെങ്കിൽ, നമ്മൾ മിക്കവരും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു 2 അല്ലെങ്കിൽ 4 പീപ്പിളുടെ ഒരു ഹൗസ് ഹോൾഡ് ആയിട്ടാണ്. അതായത് മാരീഡ് ആയിട്ടുള്ള 2 പേരും പിന്നെ അവരുടെ പിള്ളേർ 2 പേരും, അപ്പം മൊത്തം 4 പേരുള്ള ഒരു ഹൗസ് ഹോൾഡ് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പെക്റ്റഡ് സാലറി എന്ന് പറയുന്നത് $1,00,000 ആണ്. 1,00,000 AUD എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 55 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ 55 ലക്ഷം രൂപ പ്രതിവർഷം സാലറി ഉണ്ടാക്കാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ജോലി കിട്ടുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോലും പാടുള്ളൂ. കാരണം എന്താന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ത്രൂ ഔട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതായിരിക്കും. നമ്പർ 1 എന്ന് പറയുന്നത് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസിന്റെ മെയിൻ ഒരു ചങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കോമഡേഷന്റെ കോസ്റ്റ് ആണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ അതുപോലത്തെ മെട്രോപൊളിറ്റൻ ആയിട്ടുള്ള CBD അടുത്തുള്ള സിറ്റീസിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ പെർ വീക്ക് എങ്ങനെ പോയാലും ഒരു $400 to $600 പെർ വീക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അഗൈൻ ഇത് ഷെയർഡ് ആയിട്ടുള്ള ഒരു ലിവിങ് എക്സ്പെൻസിനെ പറ്റിയിട്ടല്ല പറയുന്നത് കേട്ടോ. നിങ്ങൾ ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഹൗസ് ആയിരിക്കും നിങ്ങൾ റെന്റ് ചെയ്യാൻ പോകുന്നത്, ഒരു 2 to 3 ബെഡ്റൂം. അപ്പോൾ അതിന്റെ ഒരു ആവറേജ് കോസ്റ്റ് ആണ് പറയുന്നത് $500 പെർ വീക്ക് ആയിരിക്കും നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ $500 പെർ വീക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രതിമാസം $2,000 വെറും നിങ്ങളുടെ റെന്റ് മാത്രം ചെലവ് വരും. അപ്പോൾ ഈ 1 lakh സാലറി ആണ് നിങ്ങൾക്ക് 2 പേർക്കും കൂടെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നതെന്ന് വിചാരിച്ചോ. ആഫ്റ്റർ ടാക്സ് പ്രതിമാസം നിങ്ങളുടെ കയ്യിൽ ഓൺ ഹാൻഡ് കിട്ടാൻ പോകുന്നത് ഏകദേശം ഒരു 6,250 AUD ആയിരിക്കും. അതായത് നമ്മുടെ നാട്ടിലെ റഫ്ലി ഒരു 3 to 3.5 lakhs വരും. അപ്പോ ആ ഒരു 3.5 ലക്ഷം രൂപ നമ്മുടെ നാട്ടിലത്തെ ഇന്ത്യൻ റുപ്പീസ് നമ്മുടെ കയ്യിൽ ഇവിടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 30% സാലറി നേരെ നിങ്ങളുടെ റെന്റിലേക്ക് പോവാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് തൊടാൻ പോലും പറ്റില്ലെന്നാണ് ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതേസമയം നിങ്ങൾ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ടാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർഡ് അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതായത് ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു വീടിനകത്ത് ഒരു 2-3 പേര് ഒരുമിച്ച് താമസിക്കുകയെന്നുണ്ടെങ്കിൽ റഫ്ലി ഓൺ ആവറേജ് ഒരു $150 to $250 പെർ വീക്ക് ആയിരിക്കും നിങ്ങൾ റെന്റിന് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്റ്റുഡന്റ് ആയിട്ടാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഷെയർഡ് അക്കോമഡേഷൻ കിട്ടാനായിട്ട്. ഗം ട്രീ, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അല്ലെങ്കിൽ flatmates.com.au ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞോണ്ട് നിങ്ങൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ആദ്യമേ തന്നെ വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയടിക്ക് ഒരു വീട് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഷെയർഡ് അക്കോമഡേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ പല ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ പറ്റും, പുതിയ പുതിയ ആൾക്കാരെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടും, നിങ്ങളുടെ കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് മലയാളികളെയും നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. ഇതുപോലെ തന്നെ സിമിലർ ഏജിലുള്ള സ്റ്റുഡൻസിനെ പരിചയപ്പെടാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. കാരണം നാട്ടിലെ പോലെ ഒരുപാട്
സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഒറ്റയടിക്ക് നമുക്ക് പരിചയപ്പെടാൻ പറ്റില്ല. കാരണം ഇവിടെ പോപ്പുലേഷൻ കുറവാന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം നല്ലതാണ് സ്റ്റുഡൻസിന്. വേറൊരു പ്രോ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട് ഇഷ്ടംപോലെ മലയാളികളുള്ള. അങ്ങനത്തെ വാട്സാപ്പ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിൽ കോണ്ടാക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ജൂൺ അല്ലെങ്കിൽ ജൂലൈയിൽ ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ ആദ്യമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാന്ന് വിചാരിച്ചോ. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതുപോലത്തെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പ്സിൽ മെസ്സേജ് അയക്കും. ഹലോ എവരിവൺ, ഞാൻ ജൂലൈയിൽ ഇന്ന ഡേറ്റിലാണ് നാട്ടിൽ വരാൻ ഉദ്ദേശിക്കുന്നത്. സോറി, നാട്ടിലും പോട്ടെ, ഓസ്ട്രേലിയയിൽ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന ഡേറ്റിൽ ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള വല്ല ഷെയർഡ് ആയിട്ടുള്ള വല്ല അക്കോമഡേഷൻ ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഇഷ്ടംപോലെ മലയാളികൾ അവർക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ അക്കോമഡേഷൻ സെറ്റ് ചെയ്തിട്ട് വരിക എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഫുഡ് അല്ലെങ്കിൽ ഗ്രോസറി എക്സ്പെൻസസ് ആണ്. നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പെർ ഹൗസ് ഹോൾഡ് ആവറേജ് വരാൻ പോകുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് $200 to $300 പെർ വീക്ക് ആയിരിക്കും ഫുഡ് അല്ലെങ്കിൽ ഗ്രോസറി എക്സ്പെൻസ്. അതേസമയം നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഇത് വളരെയധികം സിഗ്നിഫിക്കൻ്റ്ലി ലോവർ ആയിരിക്കും. ഒരു റഫ്ലി ഒരു $50 to $150 പെർ വീക്ക് ഒക്കെ ആയിരിക്കും ഒരു സ്റ്റുഡന്റിന് വരിക. ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ വൈഫ് നാട്ടിലാണ്. എൻ്റെ വൈഫ് ഏകദേശം ഒരു ആഴ്ചക്കുള്ളിൽ ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോഴും ബാച്ചലറായിട്ട് തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ എന്റെ റഫ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു $50 to $100 ആണ് ഫുഡ് അല്ലെങ്കിൽ ഗ്രോസറി എക്സ്പെൻസ് എന്ന് പറയുന്നത് പെർ വീക്ക്. ഇവിടുത്തെ ഒരു പ്രോ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം സൂപ്പർ മാർക്കറ്റിലാണ് നിങ്ങൾ നിങ്ങളുടെ ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓൾഡി എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ചെയിൻ വളരെയധികം അഫോർഡബിൾ ആണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഗ്രോസറി ബിൽസ് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ടൈറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് സന്ദർശിക്കാവുന്നതാണ്. മാർക്കറ്റിൽ പൊതുവെ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 കിലോന് ഒരു സാധനം മേടിക്കാൻ പറ്റില്ല. ഒരു മിനിമം ഒരു 3 to 4 കിലോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ബൾക്കായിട്ട് ബൈ ചെയ്യേണ്ടി വരും മിക്ക മാർക്കറ്റ്. ഫോർ ഇൻസ്റ്റൻസ് സിഡ്നിയിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ പാഡീസ് മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കിലോ കണക്കിന് മേടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബൾക്ക് ക്വാണ്ടിറ്റീസ് ആണ് പൊതുവെ മേടിക്കേണ്ടത്. പക്ഷേ ബൾക്ക് ക്വാണ്ടിറ്റീസ് ഇപ്പോൾ സവോള, തക്കാളി അങ്ങനത്തെ സാധനമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ ഇതൊക്കെ ഭയങ്കര അധികം ചെലവുള്ള ഐറ്റംസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പൈസ നിങ്ങൾക്ക് ലോങ് റണ്ണിൽ സേവ് ചെയ്യാൻ പറ്റും. പിന്നീട് വരാൻ പോകുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് കോസ്റ്റ്സ് ആണ്. നിങ്ങൾക്ക് 2 പാത്താണ് ഇതിൽ പൊതുവെ ഉള്ളത്. ആദ്യം വരുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ കയ്യിൽ കാർ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിരിക്കും പൊതുവെ റിലേ ചെയ്യുന്നത്. ഇവിടെ ഓസ്ട്രേലിയയിലുള്ള ഒരു മെയിൻ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ $8.5 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡേ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ട്രാവൽ ചെയ്യാം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. അപ്പോൾ പെർ ഡേ $8 ആണ് എക്സ്പെൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ റഫ്ലി ഒരു $150 ഒക്കെ ആയിരിക്കും പബ്ലിക് ട്രാൻസ്പോർട്ട് ഒരാൾക്ക് വരാൻ പോകുന്ന കോസ്റ്റ്. അതേസമയം നിങ്ങളൊരു സ്വന്തമായിട്ട് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷനും പിന്നെ കാർ ഇൻഷുറൻസ് ഫീസും ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മന്ത്ലി ഒരു $200 to $250 ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പെൻസ് വരിക. എസ്പെഷ്യലി ഫ്യൂവലിന്റെ റേറ്റും കൂടെ കണക്കാക്കുമ്പോൾ. ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ആദ്യത്തെ ഒരു 2 മാസത്തോളം ഞാൻ വണ്ടി ഇല്ലാണ്ട് ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ വർക്കിലുണ്ടായിരുന്ന മാനേജർ എന്റെ ഒപ്പം തന്നെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ എനിക്ക് എല്ലാ ദിവസവും വർക്കിന് പോകാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് 1-2 ദിവസം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. 2-ാമത്തെ മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുത്തത്. പിന്നെ വേറെ ജോബ്സ് ഒക്കെ ഞാൻ നോക്കിയത് അങ്ങനെയാണ്. ഫാമിലി ആയിട്ട് നിങ്ങൾ ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരാൻ പോകുന്നത് ചൈൽഡ് കെയർ അഥവാ എഡ്യൂക്കേഷന്റെ കോസ്റ്റ് ആണ്. ഇവിടെ പിള്ളേരുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എക്സ്പെൻസീവ് ആണ് ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ പബ്ലിക് എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രീ ആണ്, നാട്ടിലെ പോലെ തന്നെ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവര് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അവരുടെ പിള്ളേരെ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി എന്താ പറയാ, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും മിക്കവരും. അങ്ങനെയുള്ളവർ പ്രൈവറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് മിക്കപ്പോഴും നോക്കുന്നത്. അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എനിവെയർ ഫ്രം 5,000 to 10,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് പെർ ഇയർ നിങ്ങളുടെ ചൈൽഡ് കെയറിന്റെ എക്സ്പെൻസ് വരാൻ പോകുന്നത്. അപ്പൊ അത് തന്നെ ഭയങ്കര അധികം മാസീവ് ആണ്. നിങ്ങളുടെ $6,000 ആണ് മാസം നിങ്ങൾക്ക്
ശമ്പളം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ $2000 റെന്റിന് പോയി, പിന്നെ ഏകദേശം ഒരു $10,000 നിങ്ങളുടെ ചൈൽഡ് കെയറിന്റെ ഫെസിലിറ്റീസിന് പോയി, പിന്നെ യൂട്ടിലിറ്റി ബിൽസ്, ഇൻഷുറൻസ് എല്ലാം കൂടെ കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിൽക്കാൻ പറ്റും. അഗൈൻ ഈ ഡീസന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നഴ്സുമാർക്ക് അല്ലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിലുള്ളവർക്ക് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറിയാണ് കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 80,000 അല്ലെങ്കിൽ 1,00,000 ഒക്കെ ഓസ്ട്രേലിയൻ ഡോളർ സാലറി വരാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെയധികം ഓവർ ടൈം കിട്ടാറുണ്ട്, ബെനിഫിറ്റ്സ് കിട്ടാറുണ്ട്, ട്രാവൽ എക്സ്പെൻസ് കിട്ടാറുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ 1,00,000 ബേസ് സാലറിയാണ് എപ്പോഴും പറയുന്നത്. ഓവർ ടൈമും അലവൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലൊരു ഫിഗറാണ് പെർ ഇയർ ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ IT ബേസ്ഡ് ആയിട്ടുള്ള റോളിനും പൊതുവെ നല്ലൊരു സാലറി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുന്ന ആവറേജസ് ഒക്കെ പൊതുവെ എന്താ പറയുക, CBD ഏരിയാസിലാണ് എസ്പെഷ്യലി റെന്റിന്റെ കാര്യത്തിൽ വരുന്നത്. അതേസമയം നിങ്ങൾ റീജിയണൽ ഏരിയയിൽ പോകുമ്പോൾ നിങ്ങളുടെ റെന്റ് ഒക്കെ വളരെയധികം ചീപ്പായിരിക്കും. ഈ $500 പെർ വീക്ക് ഉള്ള ഫിഗർ ആയിരിക്കില്ല വരുന്നത്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് നിങ്ങൾ ഫാക്ടർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്കൊരു ജോബ് ഓഫർ ഇവിടെ ഓസ്ട്രേലിയയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ തന്നെ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലൊക്കേഷൻ എന്താണ്, നിങ്ങൾ സിറ്റിയിലാണോ താമസിക്കാൻ പോകുന്നത്. സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ജീവിത ചെലവുകൾ വളരെയധികം കൂടുതലായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാലറിയാണ്. അറ്റ്ലീസ്റ്റ് $1,00,000 നിങ്ങളുടെ ടോട്ടൽ ഹൗസ് ഹോൾഡ് ഇൻകം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒരാൾക്ക് $1,00,000 സാലറി ഉണ്ട്, എന്നിട്ട് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാർട്ട്ണറിന് വേറൊരു ജോബ് കണ്ടെത്തുക എന്നുണ്ടെങ്കിൽ വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ താമസിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ആ കാര്യത്തിലൊന്നും യാതൊരു രീതിയിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഫൈനലായിട്ട് പറയാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏകദേശം 4 പേരുള്ള ഒരു ഹൗസ് ഹോൾഡിന് ഇവിടെ ഓസ്ട്രേലിയയിൽ വരാൻ പോകുന്നത് $4,000 to 5,000 പെർ മന്ത് ആയിരിക്കും. നിങ്ങൾക്ക് $1,00,000 സാലറിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കഷ്ടിച്ച് നിങ്ങൾക്ക് ഒരു $500,000 നിങ്ങൾക്ക് മാസം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. എഗൈൻ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല രീതിയിൽ ഇവിടെ മലയാളികൾ സേവ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എത്രമാത്രം നിങ്ങൾക്ക് പിശുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അനുസരിച്ചിരിക്കും. ഞാൻ എല്ലാം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആവറേജ് കോസ്റ്റ് ആണ്. റീജിയണൽ ഏരിയയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. റെന്റാണ് നിങ്ങളുടെ 30%, ഏതൊരു രാജ്യത്തും ആയിക്കോട്ടെ 30% നിങ്ങളുടെ എക്സ്പെൻസ് വരാൻ പോകുന്നത്. അപ്പോൾ ആ റെന്റ് നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പതിവ് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തംസപ്പ് അമർത്തുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കണ്ടുമുട്ടട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഗുഡ് ബൈ.